നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളും എന്നുള്ള തത്സമയ ചർച്ചാ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ആ മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് പ്രവാസികൾ ഈ പ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്നും അവർ ജയിച്ചു വന്നാൽ MP ആകുന്നവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള തത്സമയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മലപ്പുറം മണ്ഡലത്തെ പറ്റിയാണ്. ഈ മണ്ഡലത്തെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ വോട്ടർമാർ 11,77,905, പുരുഷന്മാർ 5,86,785, വനിതകൾ 5,91,120. പുതിയ വോട്ടർമാർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ള മണ്ഡലം മലപ്പുറമാണ്. പുതിയ വോട്ടർമാർ ഈ പ്രാവശ്യം മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1,50,192. മലപ്പുറം മണ്ഡലം 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ മണ്ഡലങ്ങൾ. 2009 വോട്ടിംഗ് നില ഒന്ന് പരിശോധിക്കാം. 2009 ആകെ വോട്ട് 10,19,713. അതിൽ പോൾ ചെയ്ത വോട്ടുകൾ 7,83,548. 2009 സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർക്ക് കിട്ടിയ വോട്ടുകളൊന്ന് പരിശോധിക്കാം. ഇ അഹമ്മദ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, വോട്ട് 4,27,940, 54.64%. ശ്രീ TK ഹംസ, CPIM, 3,12,343, 39.88%. ശ്രീ N അരവിന്ദൻ, BJP, കിട്ടിയ വോട്ട് 36,016, 4.6%. ശ്രീ ഇ അഹമ്മദ് 1,15,597 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി നമുക്ക് ശ്രീ ഇ അഹമ്മദിൻ്റെ MP ഫണ്ട് വിനിയോഗത്തെപ്പറ്റിയും കൂടെ ഒന്ന് നോക്കാം. ശ്രീ ഇ അഹമ്മദ് ആവശ്യപ്പെട്ടത് 22,92,00,000 രൂപ, അനുവദിച്ചത് 16,97,00,000 രൂപ, ലഭിച്ചത് 15.69 കോടി രൂപ, അതിൽ ചെലവഴിച്ചത് ലഭിച്ചതിൻ്റെ 86%. ഇങ്ങനെ പോകുന്നു ആ മണ്ഡലത്തിലെ ഏകദേശ കണക്കുകൾ. സ്ഥാനാർത്ഥികളെ നാം പരിചയപ്പെടുമ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ശ്രീ ഇ അഹമ്മദ്, 76 വയസ്സുള്ള ശ്രീ ഇ അഹമ്മദ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന മലയാളി എന്ന റെക്കോർഡിന് ഉടമയാണ്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. 1991-ലും 96-ലും 98-ലും 99-ലും മഞ്ചേരിയിൽ നിന്നും 2004-ൽ പൊന്നാനിയിൽ നിന്നും കഴിഞ്ഞ തവണ മലപ്പുറത്തു നിന്നും MP ആയി. 1967-ൽ കണ്ണൂരിൽ നിന്ന് നിയമസഭാംഗമായി. 80-ലും 82-ലും താനൂരിൽ നിന്ന് നിയമസഭയിലെത്തി. 82 മുതൽ 87 വരെ സംസ്ഥാന വ്യവസായ മന്ത്രിയായി കണ്ണൂർ താനെ സ്വദേശി. LDF കാൻഡിഡേറ്റ് ശ്രീമതി PK സൈനബ, 52 വയസ്സ്, CPIM-ൻ്റെ സംസ്ഥാന സമിതി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് ശ്രീമതി PK സൈനബ. ലോകസഭയിലേക്ക് കന്നി അംഗം. 1985-ൽ CPM അംഗമായി. 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം, നിലമ്പൂർ സ്വദേശി. ശ്രീ N ശ്രീപ്രകാശ്, BJP ജില്ലാ സെക്രട്ടറി. 2006-ൽ മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ്. മഞ്ചേരിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നു. മലപ്പുറം സ്വദേശി. ഇന്ന് മലപ്പുറത്ത് പൊതുവെ കേട്ടുവരുന്ന, തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ കേട്ടുവന്നിരുന്ന ഒരു വിമർശനമുണ്ടായിരുന്നു. ലീഗിലെ തന്നെ ചെറുപ്പക്കാർക്ക് ശ്രീ ഇ അഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വലിയ താല്പര്യം ഇല്ല എന്നുള്ളത്. മണ്ഡലം യുവത്വത്തോടൊപ്പമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ പുതിയ വോട്ടേഴ്സ്, അതായത് 1.5 ലക്ഷത്തിൽ കൂടുതൽ, 1,58,000 പുതിയ വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. ശ്രീ അലി എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ അലി മാഷ്, KMCCയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ശ്രീ നസീം ഇടതുപക്ഷ പ്രവർത്തകനാണ്. ശ്രീ അലി മാഷ്, എങ്ങനെ കാണുന്നു മലപ്പുറം മണ്ഡലത്തിലെ യുവാക്കൾക്ക് ശ്രീ ഇ അഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഈ പറഞ്ഞ വിമർശനം ശരിയാണോ? ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയുടെ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില രീതികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെയും, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യം നിലനിൽക്കണോ, വർഗീയ ഫാസിസ്റ്റുകൾക്ക് അടിമപ്പെടണോ എന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതിൻ്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ത്യ രാജ്യത്ത് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ചേരിക്കൊപ്പം നിന്ന് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുകയും അതുപോലെ തന്നെ ആ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന മുദ്രാവാക്യവും പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഭരണപരമായും രാഷ്ട്രീയമായും എല്ലാ അടിത്തറയും ഭദ്രമാക്കുന്നതിലും അതോടൊപ്പം ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് ഏറെ കേളികേട്ട മതസൗഹാർദ്ദം അതൊരു ഇഞ്ച് പോലും തകരാതെ നിലനിർത്തിയതിൽ മുസ്ലിം ലീഗിന് അതിൻ്റെതായ രാഷ്ട്രീയ പങ്കുണ്ട്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ അടിത്തറ വളരെ ഭദ്രമാണ്. ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഈ മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, പിന്നെ മലപ്പുറം, അതുപോലെ വേങ്ങര, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെയും പ്രതിനിധാനം ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികളായ MLA-മാരാണ് ഈ മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. ഏറെ ശ്രദ്ധേയമാണ്. അതൊക്കെ തന്നെയും മുസ്ലിം ലീഗിന്റെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സുസജ്ജമായ ശൈലിയും ജനക്ഷേമ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നു എന്ന ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നാമമാത്ര ഭൂരിപക്ഷത്തിന് അല്ല, വലിയ 10,000-കണക്കിന് ഭൂരിപക്ഷത്തിനാണ് ഈ 7 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ തന്നെ വേങ്ങര നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ആ ഒരു നിലക്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യുവാക്കളെയും സ്ത്രീകളെയും മുഴുവൻ ജനസമൂഹത്തെയും ഒപ്പം നിർത്തുന്ന രീതിയിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക വികസന പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയവും മെച്ചപ്പെട്ടതുമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുകൊണ്ട് വളരെ ശുഭപ്രതീക്ഷയോടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, അതോടൊപ്പം തന്നെ ഇവിടെ ചേർത്ത് പറയേണ്ടത്, കേരളത്തിൽ പലതരത്തിലുള്ള എല്ലാ രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ നിലക്ക് മികച്ച പാർലമെന്റേറിയൻ, അതുപോലെ തന്നെ മികച്ച മന്ത്രി, എല്ലാ തരത്തിലും കഴിവുറ്റൊരു സ്ഥാനാർത്ഥിയാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ വിജയത്തിൽ മാത്രമല്ല ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞാനിവിടെ വീണ്ടും പറയുന്നു, യുവാക്കളെയും 1 ലക്ഷത്തിലധികം വരുന്ന യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തെയും അതുപോലെ തന്നെ മുഴുവൻ ബഹുജനങ്ങളെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കീഴിൽ അടിയുറച്ച് നിരത്തത്തക്ക രീതിയിലുള്ള വികസന, ക്ഷേമ, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയും UPA ഗവൺമെന്റും കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നോക്കിക്കാണുന്നത്. തിരിച്ചു വരാം. ശ്രീപ്രകാശ്, മലപ്പുറം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീപ്രകാശ്. നമസ്കാരം. എങ്ങനെ പോകുന്നു താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? നന്നായിട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നന്നായിട്ട് പോകുന്നു. എല്ലാ ഭാഗത്തുനിന്നും നല്ല സ്വീകാര്യത ലഭിക്കുന്നു. തീർച്ചയായിട്ടും BJP മലപ്പുറത്ത് നല്ലൊരു മുന്നേറ്റം, ഇതുവരെ കാണാത്ത രീതിയിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്തി മലപ്പുറം BJP പിടിക്കുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നത്.
നല്ല രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങനെ പല പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും നല്ല സ്വീകാര്യത ലഭിക്കുന്നു. കാരണം ഇവിടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ രണ്ട് മുന്നണിക്കും പറ്റിയ പാളിച്ചകൾ, അതേപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇതുവരെ നടത്താത്ത വികസന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ നമ്മളോട് വളരെ നല്ല സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ജനങ്ങളുമായി സമ്പാദിക്കാൻ പറ്റുന്നത്. ജനങ്ങൾ നല്ല ശ്രീ പ്രകാശ്, UDF അവകാശപ്പെടുന്നത് ശ്രീ ഇ അഹമ്മദ് മലപ്പുറം മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും ശ്രീ ഇ അഹമ്മദ് അവിടെ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത്? മലപ്പുറത്തെ പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. പ്രധാന പ്രശ്നം. മറ്റൊരു പ്രധാന പ്രശ്നം ആരോഗ്യ മേഖലയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ആശയത്തിനും ഇല്ല എന്നതാണ്. കുടിവെള്ളക്ഷാമത്തിന്റെ കഷ്ടപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മലപ്പുറം മണ്ഡലത്തിൽ, മലപ്പുറം ജില്ലയിലും ഇടുക്കിയിലുമാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കേരളത്തിലെ 2 ജില്ലകൾ. മലപ്പുറം ജില്ലയിലെ മലപ്പുറം മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്ത് ഏറനാട്, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ പുതിയ താലൂക്കായ കൊണ്ടോട്ടി, ഇവിടെയൊക്കെ ഭൂഗർഭ ജലനിരക്ക് അടിയിലേക്ക് പോകുന്നു. 6 മീറ്റർ വരെ ഭൂഗർഭ ജലം അടിയിലേക്ക് പോകുന്നുണ്ട്, താഴത്തേക്ക് പോകുന്നുണ്ട്. ഗ്രൗണ്ട് മാത്രം ഇത്രയും സെൻസിറ്റീവ് കിണറുകൾ, കുളങ്ങൾ എല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ളതല്ല, ഇനി വരാൻ വരുന്ന നാളുകളിൽ അതിഭയങ്കരമായ കുടിവെള്ളക്ഷാമം മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതാണ്. അത് സംശയമില്ല. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഈ മണ്ഡലത്തിൽ 12 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. എത്രയോ ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഒരു പരിപാടിയും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇവിടെ എത്രയോ തോടുകളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്. ഇവിടെയൊക്കെ നല്ല 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 മഴ കിട്ടുന്ന പ്രദേശം. ഈ പ്രദേശത്ത് ഇവിടെ വരുന്ന ജലം ഇവിടെ സംഭരിച്ച് അത് സംരക്ഷിച്ച് നാട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കുവാനും ഇവിടുത്തെ ഭൂഗർഭ ജലത്തിന്റെ നിരപ്പ് ഉയർത്തുന്നതിനും അതിന്റെ നില ഉയർത്തുന്നതിനും ഉള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. റീചാർജ് ഫെസിലിറ്റി, ഭൂമിയെ വീണ്ടും റീചാർജ് ചെയ്യാതെ ഈ ജില്ല രക്ഷപ്പെടുകയില്ല. റീചാർജ് ഫെസിലിറ്റി ഇവിടെ നടപ്പാക്കണം. ഈ ജലമൊക്കെ തന്നെ ഇവിടെ ശ്രീ പ്രകാശ്, ഇത് മണ്ഡലത്തിൽ അത്യാവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചത്. വളരെ സന്തോഷം. പക്ഷെങ്കിൽ ഇവിടെ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന UDFന്റെ പ്രവർത്തകൻ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മതേതരത്വത്തിനാണ്. ഇന്ത്യയുടെ ആത്മാവ് നിലകൊള്ളുന്നത് മതേതരത്വത്തിലാണ്. BJP എന്ത് പറയുന്നു ഇക്കാര്യത്തിൽ? മതേതരത്വ BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് BJP 98-2004 വരെ ഭരിക്കുന്ന ഇന്ത്യ ഭരിച്ചപ്പോഴൊക്കെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതേതരത്വം നിലനിന്ന കാലഘട്ടമാണ്. മതേതരത്വത്തിന് മുസ്ലിം ലീഗ് കൊടുക്കുന്നേക്കാൾ എത്രയോ പ്രാധാന്യം BJP കൊടുക്കുന്നു മതേതരത്വത്തിന്. മതേതരത്വം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ പാർട്ടിയാണ് BJP-യെ കുറിച്ച് ഇല്ലാത്ത ആരോപണം, ദുരാരോപണം നടത്തി ഇതുവരെ മുസ്ലിം സമുദായത്തെയും മറ്റു സമുദായത്തെയും BJP അകറ്റിയിരുത്താൻ പറ്റിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് മലപ്പുറത്തെ ജനങ്ങൾ, മലപ്പുറത്തെ മുസ്ലിം സഹോദരന്മാർ ഈ സത്യാവസ്ഥ തിരിച്ചറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെ തിരിച്ചറിയട്ടെ. ശ്രീ പ്രകാശ്, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു സംഭവം കൂടെ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. 2009 ജൂണിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ പീഡനം, വലിയ അരുംകൊലകൾ, ബലാത്സംഗങ്ങൾ ഒറീസയിലെ ഒരു ജില്ലയിൽ നടന്നത്, ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നേരെ നടത്തിയത് VSP ആണല്ലോ. താങ്കൾക്ക് അതിനെപ്പറ്റി എന്ത് പറയാനുണ്ട്? പല സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളൊക്കെ തന്നെ VSP-യുടെയും BJP-യുടെയും തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി ഉള്ള ബോധപൂർവമായ ശ്രമം പല കോണുകളിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, BJP-ക്കെതിരെ ഈ വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയവാദികളെന്ന ദുരാരോപണം ഈ വോട്ട് പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെറിയ സംഭവങ്ങൾ പല പ്രദേശത്തും പ്രാദേശികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ BJP-യുടെയും BSP-യുടെയും RSSന്റെയും ഒക്കെ തലയെ കെട്ടിവെക്കുന്നതിന് അർത്ഥമാണുള്ളത്. പിന്നെ ആരായിരുന്നു ശ്രീ പ്രകാശ്? BJP അല്ല, VSP അല്ല, RSS അല്ലായിരുന്നു എങ്കിൽ ആരായിരുന്നു ഒറീസയിലെ കാന്തമാൽ എന്ന ജില്ലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നേരെ, ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് നേരെ, ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ താങ്കളുടെ അറിവൊന്ന് പങ്കുവെക്കുമോ?
നോക്കൂ ഈ ക്രിസ്ത്യൻ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ് തരംതിരിക്കരുത്. അക്രമികൾ ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് വിഭാഗമായാലും അത് എതിർക്കുക, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നത് BJPയുടെ പോളിസിയാണ്. ആരായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ആക്രമം ഒറീസയിൽ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഇത്തിരി ആളുകൾ ചെയ്യുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ BJPയുടെയോ അർത്ഥമാണുള്ളത്. ശ്രീ പ്രകാശ്, ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ശ്രീ ദിലു മൊഹന്തി എന്ന് പറയുന്ന ആളിന്റെ പേരിൽ കൊടുത്തിരുന്ന കേസുകൾ പിൻവലിക്കാതെ ഈ ഗ്രാമത്തിൽ നിന്ന് ജീവനോടെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും അവരെ ക്രിസ്ത്യാനികളെ ഒക്കെ തന്നെ ഹിന്ദുക്കളാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്ത ഒരു ശ്രമവും അവിടെ നടന്നിട്ടുണ്ട്. ഒരു നീചമായിട്ടുള്ള ഒരു പ്രവർത്തനവും അവിടെ നടന്നിട്ടുണ്ട്. അന്ന് പോലീസ്, ഞാൻ പറയട്ടെ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അത് അന്ന് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരോട് പരാതി പിൻവലിക്കുവാൻ പറഞ്ഞ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ രേഖകളിലുണ്ട്. എന്ത് പറയുന്നു അതിനെപ്പറ്റി? എങ്ങനെ കൈ കഴുകാൻ പറ്റും ഈ സംഭവത്തിൽ നിന്ന്? നോക്കൂ കാര്യങ്ങൾ വ്യക്തമായ ആളുകൾ പഠിക്കാതെ നടത്തുന്ന ആരോപണമാണ്. ഒരു പോലീസ് ഓഫീസർ പറഞ്ഞാൽ അതിന് BJPയും BHPയും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഉൾപ്പെട്ടു എന്നുണ്ടെങ്കിൽ തന്നെ, അയാൾക്ക് അതിൽ ആരോപണം ഉണ്ടെങ്കിൽ തന്നെ കോടതിയിലും മറ്റും പോയി അത് തെളിയിക്കേണ്ടതാണ്. അതിലും അപ്പുറത്ത് ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രസ്ഥാനത്തെ പോലീസ് കേസ് എടുക്കില്ല എങ്കിൽ എങ്ങനെ കോടതിയിൽ പോകാൻ കഴിയും? ശ്രീ പ്രകാശ്, ഇതാ ഞാൻ പറയുന്നത്. രാജ്യത്ത് എത്ര കലാപം തോന്നുന്നു. ഞാൻ പറയട്ടെ, ഇന്ദിരാഗാന്ധിജി വെടിവെച്ച് കൊന്ന സമയത്ത് 4000-ഓളം പാവപ്പെട്ട സിഖ് സഹോദരന്മാരെ കൊല ചെയ്തു. 4000-ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ആ സിഖ് സഹോദരന്മാരെ കയ്യും കാലം വിട്ട് എത്രയോ സിഖുകാരെ എന്തൊക്കെ ഉപദ്രവം ചെയ്തു, കൂട്ടക്കൊല ചെയ്തു. 10ഓളം കമ്മീഷണർ, നാനാവധി കമ്മീഷണർ 10ഓളം കമ്മീഷണർ അന്വേഷിച്ചു. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, രാജ്യത്ത് BJPയെ കുറിച്ച് അഴിമതിയെന്നോ ഭരിക്കാൻ അറിയാത്തവരെന്നോ അല്ലെങ്കിൽ ജനസേവകരെന്നോ ജനക്ഷേമ പദ്ധതി നടത്താത്തവരെന്നോ എന്നൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ BJPയെ കുറിച്ച് എല്ലാവരും ഇത് വർഗീയവാദിയാണ്, ഇത് വർഗീയതയ്ക്ക് കൂട്ടുനിർത്തുന്നു എന്ന് പറയുന്ന ഈ ആരോപണം 2014 തെരഞ്ഞെടുപ്പിൽ വില പോകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവർക്ക് ന്യൂനപക്ഷ ശരി, താങ്കൾ വളരെ വ്യക്തമായ ആ കാര്യം വിശദീകരിച്ചു. വളരെ വ്യക്തമായി താങ്കളെ UAEയിലും പരിസരത്തുമുള്ള മുഴുവൻ പ്രവാസി മലയാളികളും ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പ്രകാശ്, താങ്കളോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാണുന്നില്ല. അത് രാമക്ഷേത്രം പുനർനിർമ്മിക്കും എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയ BJP? ഒരിക്കലുമില്ല. BJP രാമക്ഷേത്രം രാജ്യത്ത് ചില സാഹചര്യങ്ങളിൽ രാജ്യത്തുണ്ടാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ ഗൗരവത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ രാജ്യത്ത് എന്താണ് വേണ്ടത് എന്ന് BJP മനസ്സിലാക്കി പഠിച്ച് ജനഹിതം മനസ്സിലാക്കിയിട്ടാണ് BJP ഇന്നത്തെ പ്രകടന പത്രിക ഇറക്കുക. പല ഇന്ന് 2014 ജനഹിതം രാമക്ഷേത്രം പണിയണ്ട എന്ന് തന്നെയാണ് അല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. രാമക്ഷേത്രം പണിയണ്ട എന്നല്ല. 2004 ജനഹിതം രാമക്ഷേത്രം പണിയണ്ട എന്നല്ല. പക്ഷെ 2004 BJP 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവിടെയുള്ള മറ്റ് പല പ്രശ്നങ്ങൾക്കും പ്രാമുഖ്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ആ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ പ്രശ്നത്തിൽ BJPയുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൽ നിന്ന് BJP ഒരു കാരണവശാലും പിന്നോട്ട് പോവുകയില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ വോട്ടർ നോക്കി ഇന്ത്യയിലെ 125 കോടി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. ശരി, ശ്രീ പ്രകാശ്, താങ്കൾ വളരെ കാര്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് കഴിഞ്ഞ ഒരു 20 മിനിറ്റോളം സമയം ഞാൻ തന്നു കഴിഞ്ഞു. എന്തായാലും മതേതരത്വത്തിലാണ് ഇന്ത്യ നിലനിൽക്കേണ്ടത് എന്ന് താങ്കൾ അംഗീകരിക്കുന്നു എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എല്ലാവിധ വിജയ ആശംസകളും. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നസീം, എന്ത് പറയുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിമർശനങ്ങളോട്? ആദ്യമായി ഇന്ത്യയിലെ 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഘട്ടത്തിൽ
നമ്മുടെ രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ധ്രുവീകരണത്തിനാണ് നമ്മുടെ രാജ്യത്ത് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര കൂട്ടായ്മ വർഗീയ ധ്രുവീകരണത്തെ എതിർത്ത് തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവുമായി അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഈ 16ാം ലോക്സഭയിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇ അഹമ്മദ് സാഹിബ് കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 7 മുസ്ലിം ലീഗിൻ്റെ 7 നിയോജക മണ്ഡലം കമ്മിറ്റികൾ ആദ്യമായി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആദ്യമായി 7 നിയോജക മണ്ഡലം കമ്മിറ്റികളും ഐക്യകണ്ഠേന വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ മുകളിൽ മലപ്പുറത്ത് കെട്ടിവെക്കപ്പെട്ടിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതോടുകൂടി തന്നെ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രദേശമായ കൊണ്ടോട്ടിയിലടക്കം ഈ പ്രഖ്യാപനത്തിന് ശേഷം വിവിധ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, അതൊക്കെ ഒരു മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ധ്രുവീകരണം മറ്റൊരു രീതിയിൽ ധ്രുവീകരണമായി നമ്മൾ കാണുന്നു. ആ ധ്രുവീകരണവും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മലപ്പുറത്ത് പ്രതിനിധീകരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. നമ്മുടെ രാജ്യത്ത് മലപ്പുറം ജില്ലയിൽ ഈ പറയപ്പെട്ട വികസനങ്ങൾ കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള ഒരു പദ്ധതികളും മലപ്പുറം ജില്ലയിൽ കൊണ്ടുവരാൻ നാളിതുവരെ ഈ 15 തെരഞ്ഞെടുപ്പുകളും അഭിമുഖീകരിച്ച് പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രത്യേകമായൊരു സംഭവം നമ്മൾ നാളിതുവരെയായിട്ട് ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോലും ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയം നമ്മുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഫറോക്കിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ലൈനിൻ്റെ സർവേ കൊണ്ടുവരുന്നതിൻ്റെ നാളിതുവരെയായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തനം പോലും നടത്താൻ കഴിയാതെ, ഒരു സർവേ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു റെയിൽവേ ട്രാക്ക് ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ട് മാറിയിട്ടുള്ള കേരളത്തിലെ ഏക നിയോജക മണ്ഡലമാണ് മലപ്പുറം നിയോജക മണ്ഡലം. ശരി. ഇപ്പോൾ നമ്മൾക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മതേതരത്വത്തെ പറ്റി ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ അലി മാഷ്, ഇന്ത്യ നിലനിൽക്കുന്നത്, ഇന്ത്യയുടെ ആത്മാവ് നിലനിൽക്കേണ്ടത് മതേതരത്വത്തിൽ തന്നെയാണ്. ഇന്ന് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിലായാലും അത് ന്യൂനപക്ഷങ്ങളുടെ പേരിലായാലും അതിൻ്റെ പേരിൽ മാത്രം ഇലക്ഷനെ നേരിടുന്നതിൽ മതേതരത്വത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്നുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിവിടെ സൂചിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഇതുവരെ എടുത്ത രാഷ്ട്രീയ നയനിലപാടുകൾ മതേതര ചേരിക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. അതേസമയത്ത് BJPയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്, അദ്ദേഹം വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറഞ്ഞുപോയി എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അലി മാഷ, തിരിച്ചു വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ദുർഗാദാസ്, BJPയുടെ പ്രവർത്തകൻ, ലൈനിൽ ചേർന്നു. നമസ്കാരം ശ്രീ ദുർഗാദാസ്. ഹലോ. കേൾക്കാം, ചർച്ച പങ്കെടുത്തോളൂ. മലപ്പുറം ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് കക്ഷികളും മതപരമായിട്ട് വളരെ തീവ്രമായിട്ട് BJPയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ ഒരു പുതിയ നൂറ്റാണ്ടിലോട്ടാണ് കടക്കുന്നത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇനി നമുക്ക് ആ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ ഒരു കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടാന്നുള്ളത്, അത് ഈ ഒരു ഇലക്ഷനോട് കൂടി അതിനൊരു മാറ്റം ഉണ്ടാകും. ശരി. പിന്നെ പറയുന്ന ഇടതുപക്ഷം ജാതിരഹിത മതനിരപേക്ഷ കേരളം ഉണ്ടാക്കാൻ നടന്നിട്ട് ഒരു സൈനവയാണ് മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർക്ക് നിർത്താൻ പറ്റിയത്. എന്തുകൊണ്ട് ശ്രീമതി ടീച്ചറെയോ അല്ലെങ്കിൽ ഒരു ജയരാജ അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നിവേദനത്തിലുള്ള ഒരാളെ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി നിർത്താൻ കഴിയാത്തത്? കോട്ടയത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് ദുർഗാദാസ്? BJPയുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ആരാണ്?
ഏതേ BJP-യുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ആരാണ്? BJP-യുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ആരാണ് മത്സരിക്കുന്നത്? കോട്ടയത്ത് BJP-യുടെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയല്ലേ? അതെ, പറയൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കോട്ടയത്തെ സ്ഥാനാർത്ഥി ആരാണ്? അതാണ് BJP ജാതിയോ മതമോ നോക്കിയല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പൊതുസമ്മതനായിട്ടുള്ള അതാത് ഭാഗങ്ങളിലുള്ള ആളുകളെ നിർത്തിയത്. അതെ, ഇവര് ജാതിരഹിത മതനിരപേക്ഷ പറയുന്നവര് അത് ചെയ്യുന്നില്ല. പിന്നെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്ന് BJP പറയുന്നു. അവരുടെ പാർട്ടിയുടെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ്. അല്ലെങ്കിൽ അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിഭാഗമല്ലേ? അപ്പോ ഇത് ജനങ്ങളുടെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടിയാണ്. അതിന് ഒരു മാറ്റം എന്തായാലും ഈ കേരളത്തിന് ഭാരതത്തിൽ മൊത്തമായിട്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ചർച്ചകളാണ് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും മതേതരത്വത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ള ചർച്ച തന്നെയാണ് നമ്മൾക്ക് ഇനിയും വരുന്ന കാലങ്ങളിൽ ഉണ്ടാവേണ്ടത്. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം ദുർഗാദാസ്. ശ്രീ അലി മാഷ് തുടർന്നോളൂ. ഞാൻ പറഞ്ഞു വന്നത് മതേതര നിലപാടുകൾ സംരക്ഷിക്കുന്നതിലും മതേതരത്വം പുലർത്തുന്നതിലുമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുമുള്ള മുഴുവൻ നയ നിലപാടുകളും ഇതുവരെ പുലർത്തി പോന്നിട്ടുള്ളത്. മറിച്ച് ഒരു ചരിത്രമോ മറിച്ചൊരു സംഭവമോ നമുക്ക് കാണുവാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത എന്ന ഒരു ഫോക്കസിങ് ഈ ചോദ്യത്തിലോ മറ്റോ അത് മുസ്ലിം ലീഗിന്റെ നേരെ ഉണ്ടെങ്കിൽ ഇതുവരെ പുലർത്തിപ്പോന്ന രാഷ്ട്രീയ നയ നിലപാടുകളിൽ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത യാതൊന്നും തന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്ന് വരെയുള്ള 60 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ആദ്യമേ അടിവരയിട്ട് പറയുന്നു. അതോടൊപ്പം എൻ്റെ മാന്യ സുഹൃത്ത് ഇവിടെ പറഞ്ഞ മലപ്പുറം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ ആദ്യമേ ഒന്നടങ്കം വിയോജിക്കണം, ആദരവോടെ യോജിക്കുന്നു. കാരണം 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ അവസ്ഥയും അതുപോലെ തന്നെ ഈ MP എന്ന നിലക്കും MLA-മാരും ചെയ്ത വികസന പ്രവർത്തനങ്ങളും ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടന്ന പ്രവർത്തനങ്ങളും എല്ലാത്തിൻ്റെയും രേഖകൾ പ്രവർത്തനങ്ങൾ ഒന്നടങ്കം എടുത്ത് പരിശോധിച്ചാൽ ഇത് മുഴുവനും വാസ്തവ വിരുദ്ധമാണ് ഈ പ്രസ്താവന എന്നത് അർത്ഥശങ്കക്കിടമില്ലാത്ത എനിക്ക് പറയാൻ സാധിക്കും. എന്റെ അടുത്ത് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണി UPA ഗവൺമെന്റിലെ പ്രതിനിധി എന്ന നിലക്ക് കഴിഞ്ഞ 5 വർഷക്കാലം മലപ്പുറം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രി എന്ന നിലക്കും MP എന്ന നിലക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അദ്ദേഹത്തിന്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 86% ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് അലിഗർ യൂണിവേഴ്സിറ്റി, പാസ്പോർട്ട് ഓഫീസ്, ഫോറിൻ ലാംഗ്വേജസിന് വേണ്ടി ഇഫ്ലു ക്യാമ്പസ്, അതുപോലെ തന്നെ പ്രവാസികൾ. അതുപോലെ പ്രത്യേകം പറയണം, ഇവിടെ ഈ NTV-യിൽ ചർച്ച നടക്കുന്നത് പ്രവാസികളുടെ പ്രതീക്ഷ കൂടി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ സെക്കൻഡ് ടെർമിനൽ നിർമ്മാണത്തിന് വേണ്ടി 300 കോടി രൂപ തന്റെ ഭരണനിർവഹണം ഉപയോഗിച്ച് അത് അവിടെ കൊണ്ടുവരികയും എയർപോർട്ട് നവീകരണം അദ്ദേഹം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, പ്രവാസികളെ സംബന്ധിച്ച് ഇവിടെ വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെയുള്ള അഭിപ്രായങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, പ്രവാസികളെ സംബന്ധിച്ച് ആദ്യമായി വോട്ടവകാശം പ്രവാസികൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പല രാജ്യങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന പ്രവാസികൾക്ക് എക്സ്പാറ്റ് ഇന്ത്യൻസിന് വോട്ടവകാശം വേണം എന്ന മുറവിളിക്ക് ഒരു ആ വോട്ടവകാശം സ്ഥാപിക്കുന്നതിൽ കേരളത്തിലെ കഴിഞ്ഞ ഹലോ മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി ശ്രീമതി PK സൈനബ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീമതി PK സൈനബ. എങ്ങനെ പോകുന്നു താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വാശിയേറിയ ചൂടേറിയ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കുകയാണ്. 4ാം ഘട്ട പര്യടന പരിപാടിയിലാണ് ഇപ്പൊ ഞാനുള്ളത്. എല്ലാ പ്രദേശങ്ങളിലുമുള്ള വലിയ വരവേൽപ്പാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ശ്രീമതി സൈനബ, ഈ മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഞാനിത് ചോദിക്കാൻ കാരണം, മറ്റ് മണ്ഡലങ്ങളിൽ പലയിടത്തും ഒരു TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വളരെ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. ഈ മണ്ഡലത്തിലും അങ്ങനെ ഒരു ചർച്ചയുണ്ടോ?
ഇല്ല, ഈ മണ്ഡലത്തിൽ അങ്ങനെയുള്ള ചർച്ച ഉണ്ടാവാത്തക്ക വിധത്തിൽ UDF സജീവമായി പ്രവർത്തന രംഗത്ത് വന്നിട്ടേ ഇല്ല. UDF സജീവമായി പ്രവർത്തന രംഗത്ത് വരുമ്പോഴാണല്ലോ അത്തരം ചർച്ചകൾ ഉയർന്നു വരിക. അത്തരം ചർച്ചകളല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് MP ആയിരുന്ന ആള്, കേന്ദ്രമന്ത്രി ആയിരുന്ന ആള് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ചെറുപ്പക്കാരടക്കം വലിയ പ്രതിഷേധത്തിലും അവർ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമാണ്. അതുകൊണ്ട് അവരൊരു രംഗത്ത് ഒന്നും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ അവര് ആ രീതിയിൽ സജീവമായി രംഗത്ത് വരണല്ലോ. അതുണ്ടായിട്ടില്ല. താങ്കളുടെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കണക്ക് നോക്കുമ്പോൾ പകുതിയിലേറെ സ്ത്രീകളാണ്. അതെ. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ നിലമ്പൂരിൽ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. കാരണം മലപ്പുറം ജില്ലയിലാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ ആ കേസിൽ വളരെ ശക്തമായി ഇടപെട്ട ഒരാളാണെന്നുള്ളത് അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ ജനങ്ങൾക്കും അറിയാം. എന്റെ പേരിലടക്കം പോലീസ് കേസും ഒക്കെ ഉള്ളതാണ്. ഞങ്ങളത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാനടക്കമുള്ളവർ പ്രതി ചേർക്കപ്പെട്ട് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾ കാണുന്നത്. അതവിടെ വളരെ സജീവമായി ചർച്ച നടക്കുന്നുണ്ട്. ശ്രീമതി സൈനബ, സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പകുതിയിലേറെ വോട്ടർമാരുള്ള മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് താങ്കൾ, അവിടെ മത്സരിക്കുന്ന ആളാണ് താങ്കൾ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മലപ്പുറത്തെ സ്ത്രീകൾ എന്ന് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകൾ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് പരിപാടിയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 33% സംവരണം അടക്കം ഇന്ത്യൻ പാർലമെന്റിൽ കുറെ കാലങ്ങളായിട്ട് പാസ്സാക്കപ്പെടാതെ കിടക്കുകയാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ മണ്ഡലത്തില് സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള പിന്നോക്കാവസ്ഥയുണ്ട്. അത് വിദ്യാഭ്യാസപരമായി മുന്നോക്കം ഉള്ളവര് പോലും തൊഴിൽപരമായിട്ട് പിന്നോക്കാവസ്ഥ നിലനിൽക്കുകയാണ്. അത് മൊത്തത്തിൽ കേരളത്തിലുള്ള സ്ഥിതിയാണ്. വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും ജോലി ഇല്ല എന്നുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഒരുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൊഴിലുറപ്പിന്റെ കൂലി 87 ദിവസം വരെ കൂലി കിട്ടാത്ത തൊഴിലാളികൾ ഇന്ന് എന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. അതേപോലെ അംഗനവാടി ഇപ്പൊ അവര് നിർജീവമായിട്ട് അംഗനവാടിയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോകുന്നു. 30,000 സ്ത്രീകളാണ് അതിന്റെ ഭാഗമായിട്ട് ജോലി ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അതിനൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഒരു ബദൽ നയം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. അംഗനവാടി പോലെയുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ഡിമാൻഡ് വെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് എന്നുള്ളത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള മിനിമം ഗ്യാരണ്ടി മിനിമം അഗ്രിമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് നടപ്പാക്കിയത്. പക്ഷെ ഇതിപ്പോ അത് അട്ടിമറിക്കപ്പെട്ടു. നമ്മളത് ശക്തമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അവർക്ക് മിനിമം കൂലി ഉറപ്പാക്കുന്നുള്ള കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരായ സ്ത്രീകളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അടക്കം ഇപ്പൊ നിർജീവമായിട്ട് കിടക്കുകയാണ്. അതിന് പകരം അതിനെ സജീവമാക്കി നല്ല നിലയിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ UAE-യിൽ നിന്നാണ് താങ്കളോട് സംസാരിക്കുന്നതെന്ന് അറിയുമല്ലോ. താങ്കളെ UAE-യിലും പരിസരങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ തത്സമയം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളും എന്നുള്ളതാണ്. മലപ്പുറം പാർലമെന്റിൽ നിന്ന് ബഹുഭൂരിപക്ഷം വീടുകളിൽ നിന്നും പ്രവാസി ബന്ധുക്കൾ, പ്രവാസികളായിട്ടുള്ളവരാണ് മലപ്പുറം നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടേഴ്സുമായി ബന്ധപ്പെട്ടവർ. എന്ത് ക്ഷേമ പ്രവർത്തനമാണ് താങ്കൾക്ക് പ്രവാസികൾക്ക് വേണ്ടി മുമ്പോട്ട് വയ്ക്കുവാനുള്ളത്? പ്രവാസികൾക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ആദ്യം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അവർക്ക് നാട്ടിൽ വന്നു പോകാനുള്ള ഫ്ലൈറ്റ് ചാർജ് ലോകത്ത് എവിടെയില്ലാത്ത രീതിയിൽ അവരോട് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു നിബന്ധനയും തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊരു മിനിമം എന്നുള്ള നിലയിൽ സാധാരണ ഒരു മൈലേജ് കണക്കാക്കിയിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടേണ്ടത്. അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് വോട്ടവകാശം എന്ന് പറയുമ്പോൾ അവർ നാട്ടിൽ വന്നാൽ മാത്രമേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അവർ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി മാറണം. അപ്പോൾ ഓൺലൈനിലടക്കം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓൺലൈനടക്കം അവർക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു ജനവിഭാഗമാണ് പ്രവാസികൾ. അവര് അവിടെ നിന്ന് തൊഴിൽ മതിയാക്കി രാജ്യത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ വളരെ കൃത്യമായിട്ട്
ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. അത് അവർക്ക് സബ്സിഡികൾ കൊടുക്കണം. അതുപോലെ തന്നെ അവർ വന്ന് തുടങ്ങുന്ന സമയത്ത് ഈ ഏകജാലകം പോലെയുള്ള സംവിധാനങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നാടിന് ഗുണമുണ്ടാവണം, അവർക്കും ഗുണമുണ്ടാവണം. ആ രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. ശ്രീമതി പി കെ സൈനബ, താങ്കൾ സൂചിപ്പിക്കാത്ത, താങ്കൾ അവിടുത്തെ കാൻഡിഡേറ്റ് ആണ്, LDFന്റെ കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് താങ്കൾ സൂചിപ്പിക്കാത്ത ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രവാസി വിഷയങ്ങളിലൂടെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്കറിയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നിരവധി പ്രവാസി മലയാളി സുഹൃത്തുക്കൾ കോമ സ്റ്റേജിൽ കഴിയുന്നുണ്ട്. അവർക്ക് തിരിച്ചു പോകുവാനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ നൽകേണ്ടതായിട്ടുണ്ട്. തിരിച്ചു പോയി നാട്ടിൽ ചെന്നതിന് ശേഷം തുടർ ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണവും ഗവൺമെൻറ്റുകൾ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം പ്രവാസികൾ മരണപ്പെടുന്നുണ്ട്, അപകടത്തിലൂടെയും രോഗകാരണത്താലും. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ മരണത്തോടുകൂടെ അനാഥമായി തീർന്നു പോവുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്, പ്രവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്, ഗൾഫിൽ മരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അത് സൗജന്യമായി നടത്തിക്കൊടുക്കുവാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാവണം, അത് സാങ്കേതിക തലത്തിൽ വരെ. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഗൾഫ് മലയാളികളുടെ കയ്യിൽ നിന്ന്, പ്രവാസികളുടെ കയ്യിൽ നിന്ന് 10-25 കൊല്ലമായി കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പോസിറ്റായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ECNR എന്ന പേരിൽ 25,000 കോടി രൂപയിൽ കൂടുതൽ. ഈ പണം എവിടെ, ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ധാരണ പോലും ഞങ്ങൾക്കാർക്കുമില്ല. ഇതിനൊരു വ്യക്തത വരുത്തുവാൻ, ഈ പണം കൃത്യമായി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അങ്ങ് ശ്രമിക്കുമോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ECNR അത് നിരന്തരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ECNRന് വേണ്ടി ഉപയോഗിക്കുന്ന പണം, പിടിച്ചെടുക്കുന്ന പണം കൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നയമാണ്. അത് പല ഘട്ടങ്ങളിലും ഇവിടെ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടതാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും ശ്രീമതി പി കെ സൈനബ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. താങ്കൾക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു. നമുക്കൊരു ബ്രേക്കിലേക്ക് പോയി വരാം. ബ്രേക്കിന് ശേഷം ചർച്ച തുടരും. പ്രേക്ഷകർക്കും വിളിക്കാം. What you want to have today? Spanish omelette? Italian. Indian. Arabic. Chinese. Chefline non-stick cookware for the world's best chef. You. Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Regie Jewelry. Branches Goldland Daira Gold Souk, Dubai Festival City, New Gold Souk Center, Bardubai, Al Khalid Shopping Center, Bardubai. For more details, call 04398 5535. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളും എന്നുള്ള ചർച്ച നടക്കുകയാണ്. ഇന്ന് മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കും വിളിക്കാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0529462343. ബ്രേക്കിന് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തത്
പ്രവാസി വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി ഇടപെടേണ്ടത്? കഴിഞ്ഞ കുറേ കാലമായി പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുവരെ ഒരു പരിഹാരവും കാര്യമായി കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇനിയും നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഒബൈദുള്ള മലപ്പുറം MLA ശ്രീ ഒബൈദുള്ള ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീ ഒബൈദുള്ള. ശ്രീ പി ഒബൈദുള്ള, താങ്കൾ UDFന്റെ പ്രചാരണ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ്. എങ്ങനെ പോകുന്നു മലപ്പുറം നിയോജക മണ്ഡലത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ മൊത്തം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഹമ്മദ് ഷാഹി റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യം തീർച്ചയാണ്. കഴിഞ്ഞ കാല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ അതാണ് തെളിയിക്കുന്നത്. ഇപ്പൊ രാത്രി വളരെ വൈകിയും സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വൈകിയ സമയത്ത് സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കാൻ ജനങ്ങൾ ഇത്രയധികം ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ കേന്ദ്രങ്ങളിലും അടിച്ചുകൂടുന്നത്. ഇത് തന്നെ തെളിയിക്കുന്നത് കഴിഞ്ഞ കാല റെക്കോർഡുകൾ ഭേദിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അഹമ്മദ് ഷാഹി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ്. അതിന് മാത്രം പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു MP ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അഹമ്മദ് ഷാഹി ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് ഇത്ര അനുകൂലമായ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കാണാൻ കഴിയും. ശ്രീ ഉബൈദുള്ള, താങ്കൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തത്, എന്നോടൊപ്പം പാനലിലുള്ളവരും പ്രേക്ഷകരും ചർച്ച ചെയ്തത് ശ്രീ അഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിൽ 7 മണ്ഡലങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നതാണ്. അത്തരം പ്രചരണക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞത്, ഇതുവരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായി അഹമ്മദ് ഷാഹി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത ഒരു വാശിയും ആവേശവും നമ്മുടെ യുവാക്കളിലും വിദ്യാർത്ഥികളിലുമൊക്കെ വളരെ പ്രകടമായി ഞങ്ങൾ കാണുകയാണ്. ദിവസേന എന്നോണം സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, സ്ഥാനാർത്ഥിക്കൊപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. അത്തരത്തിലുള്ള മറ്റു പ്രചരണങ്ങളൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കോ UDFന്റെ പ്രവർത്തകന്മാർക്കോ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം തുടക്കത്തിലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല, ഒരു അപസ്വരവുമില്ലാതെ എല്ലാവരും ശരി. ശ്രീ ഉബൈദുള്ള, മറ്റ് ചില വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പൊതുഗതാഗതത്തിന്റെ വല്ലാത്തൊരു അപര്യാപ്തത മലപ്പുറം പാർലമെന്റിലുണ്ട്. ദേശീയപാതയുടെ വികസനം നടന്നിട്ടില്ല. വാതക പൈപ്പ് ലൈൻ പ്രശ്നമുണ്ട്. നിതാക്കത്തുമായി തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതിലൊക്കെ ഉപരിയായി നിലമ്പൂർ കൊലപാതകം, രാധയുടെ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നുണ്ടോ അവിടെ? ഇവിടെ മലപ്പുറത്ത് പൊതുഗതാഗത രംഗത്ത് കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല എന്ന് മലപ്പുറത്തെ അറിയാവുന്നവർ ആരും പറയില്ല. ഞാൻ നിയമസഭക്കകത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞത് വികസനമൊക്കെ മലപ്പുറത്തേക്ക് ഒഴുകുകയാണ്. ഈ ബഡ്ജറ്റ്, ഗവൺമെന്റ് ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇത് മലപ്പുറം കോട്ടയം ബഡ്ജറ്റ് എന്നാണ്. അത്രമാത്രം ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് മലപ്പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞവർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലപ്പുറത്ത് ഒരു വികസനവും ഇല്ല എന്നും പ്രചരിപ്പിക്കുന്നത്. ഇത് രണ്ടും പറയുന്നത് ഇവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മലപ്പുറത്തുണ്ടായിട്ടുള്ള പുരോഗതി ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാലും വലിയ മാറ്റം
മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ തന്നെയാണ്. അത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ്. വളരെ വ്യക്തമാണ്. രാധയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. രാധ എന്ന സഹോദരി കൊല്ലപ്പെടാനിടയായ സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ അങ്ങനത്തെ ഒരു സംഭവത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഒരു കൊലപാതകത്തെയും ഞങ്ങൾ ഇതുവരെയും ന്യായീകരിച്ചിട്ടില്ല. രാധയുടെ കൊലപാതകം ഉണ്ടായപ്പോ അന്വേഷിക്കാൻ വേണ്ടി CIA ചുമതലപ്പെടുത്തി. CIA മാറ്റണം എന്ന് പറഞ്ഞു. CIA മാറ്റി IG ചുമതലപ്പെടുത്തി. IG മാറ്റണം എന്ന് പറഞ്ഞു. വനിതാ IG നിയോഗിക്കണമെന്ന് പറഞ്ഞു. വനിതാ IG കേരളത്തിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് വനിതാ ADGP സന്ധ്യയാണ് ഗവൺമെന്റ് അന്വേഷണം ചുമതലയേൽപ്പിച്ചത്. വളരെ നിഷ്പക്ഷമായ രീതിയിൽ സുതാര്യമായ അന്വേഷണം ഇന്ന് തൃപ്തികരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒന്നും മറച്ചുവെക്കാൻ UDF-നോ ഈ ഗവൺമെന്റിനോ ഇല്ല. അത്തരത്തിലുള്ള ഒരു പ്രചരണവും ഈ തെരഞ്ഞെടുപ്പിൽ ആര് ഉയർത്തിക്കൊണ്ടുവന്നാലും അതൊന്നും ഇവിടെ യേശാൻ പോകുന്നില്ല എന്ന കാര്യം തീർച്ചയായും. ഇത് നിതാഖാത്തുമായി ബന്ധപ്പെട്ട വിഷയം. നിതാഖാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രവാസികാര്യ മന്ത്രി ശ്രീ വയലാർ രവിയെയും ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി അഹമ്മദ് സാഹിബിനെയും സൗദിയെ അയച്ച് ഈ രണ്ട് മന്ത്രിമാരും ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സൗദി ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അവർ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഫലമായി നിതാഖാത്ത് നിയമത്തിൽ നമ്മൾ ലക്ഷക്കണക്കാളുകൾ ആളുകൾ തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ നിയമത്തിൽ അയവ് വരുത്താൻ അവിടെ മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാർക്ക് രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി സാവകാശം ലഭിക്കുകയും അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ ഇല്ലാതെയായി അവിടെ തന്നെ ജോലിയിൽ തുടരാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് അവസരമൊരുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ അഹമ്മദ് സാഹിബാണ്. അവിടെ നിതാഖാത്ത് നിയമത്തെ തുടർന്ന് തിരിച്ചു പോരേണ്ടിയിരുന്ന ആളുകൾക്ക് അങ്ങനത്തെ ആരെങ്കിലും തിരിച്ചു പോരേണ്ടി വരികയാണെങ്കിൽ അവർക്ക് സൗജന്യമായി നാട്ടിലെത്തുന്നതിന് വേണ്ടി വിമാനം വരെ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തു. ആ പല വിമാനത്തിലും ആളുകൾ വരാനുണ്ടായില്ല എന്നാണ് പിന്നീട് പ്രചരണം നടത്തിയ ആളുകൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ആളുകൾ അത്രയധികം ആളുകൾ തിരിച്ചു വരേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് വിമാനം കാര്യാവസ്ഥ വരേണ്ടി വന്നത്. ചുരുക്കം ചില ആളുകൾ മാത്രമേ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നിതാഖാത്ത് നിയമത്തെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ളൂ. ശ്രീ ഉബൈദുള്ള, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് ഒന്നും വിട്ടതായി എന്തായാലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രചരണമുള്ളത് ടിക്കറ്റൊക്കെ കൊടുത്തു നേതാക്കത്തുമായി തിരിച്ചു വന്നവർക്ക് എന്നാണ്. അതിനെപ്പറ്റിയും വലിയ അറിവ് ഇവിടെ ഗൾഫിലുള്ള പ്രവാസികൾക്ക് എന്തായാലും ഇല്ല. താങ്കളുടെ വിശദീകരണത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയാണ്. താങ്കളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ പുനരധിവാസ പ്രശ്നങ്ങൾ എത്രയോ വർഷങ്ങളായി പ്രവാസികൾ അലമുറയിടുകയാണ് പുനരധിവാസ പ്രശ്നങ്ങൾക്കായി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ട്രാവലിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ താങ്കൾക്കറിയാം, ഈ 1-ാം തീയതി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബാഗേജ് 30 കിലോയിൽ നിന്ന് 20 കിലോയായി കുറഞ്ഞിരിക്കുന്നു. ഇനിയും വലിയ ഇരുട്ടടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ജൂൺ മാസത്തിൽ സീസൺ ആകുമ്പോൾ 3-4 ഇരട്ടി ടിക്കറ്റ് ഫെയർ കൂട്ടുകയാണ് എല്ലാ ഫ്ലൈറ്റുകളും. ഒരു കാരണവശാലും ഒന്നും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് പരിഹാരമായി ഒരു മുന്നണിയും ഇടതായാലും വലതായാലും എന്തെങ്കിലും ചെയ്തതായി പ്രവാസികൾക്കറിയില്ല. അതോടൊപ്പം തന്നെ പറയട്ടെ, ഇവിടെ ജയിലുകളിൽ കഴിയുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് ചെറിയൊരു നിയമസഹായം ലഭിച്ചാൽ തിരിച്ചവർക്ക് നാട്ടിലെത്താവുന്ന സ്ഥിതി ഇന്ന് സംജാതമാണ്. പക്ഷെങ്കിൽ അതിനും വേണ്ടത്ര രീതിയിലുള്ള പരിഗണനകളൊന്നും തന്നെ കേരള ഗവൺമെൻറ്റുകൾ നടത്തിയതായി ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കറിയില്ല. അതോടൊപ്പം തന്നെ ശ്രീ ഉബൈദുള്ള, അങ്ങയ്ക്കറിയുമല്ലോ, ഈ 2014 കേന്ദ്ര ബജറ്റിൽ 1 രൂപ പോലും പ്രവാസി ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള സങ്കടകരമായ വസ്തുതയും ഞാൻ അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അഹമ്മദ് സാഹിബ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. കഴിഞ്ഞ 10 കൊല്ലം UPA പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന UAE-യിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അവഗണനയായി തന്നെ ഞങ്ങൾ കാണേണ്ടതല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിതാഖാത്ത് നിയമത്തെ തുടർന്ന് തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾക്ക് രൂപം നൽകിയ ഗവൺമെന്റാണ് കേരള ഗവൺമെന്റ്. ഈ കഴിഞ്ഞ അവസാനത്തെ ബഡ്ജറ്റിൽ വരെ പുനരധിവാസ പ്രവർത്തനത്തിന് പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടി
അതിന്റെ പ്രാഥമിക പ്രവർത്തനത്തിന് 50 കോടി രൂപ അത് 10 കോടി രൂപയുള്ളായിരുന്നു ശ്രീ ഉബൈദുള്ള, 10 കോടി രൂപയുള്ളായിരുന്നു. അത് ആദ്യം താങ്കൾക്കറിയാം, താങ്കൾ MLA ആണ്. 10 കോടി രൂപയാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത്. അത് നിരന്തരമായി NTV ഉൾപ്പെടെ നിരന്തരമായി കേരളത്തിലെ 140 MLA-മാരെയും ചർച്ചയിൽ ലെറ്റർ അയക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും അതുപോലുള്ള പല സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് KC ജോസഫ് എന്ന് പറയുന്ന പ്രവാസികാര്യ വകുപ്പ് മന്ത്രി നിയമസഭയുടെ രേഖയിൽ പറഞ്ഞത് 10 കോടി അധികമെന്നാണ്. എന്നിട്ടും മറ്റുള്ള MLA-മാരുടെ രണ്ടത്താണി ഉൾപ്പെടെയുള്ള MLA-മാരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്, രാജു ഇബ്രഹാം പോലെ അബ്ദുൽ ഖാദർ പോലെയുള്ള MLA-മാരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് അത് 50 കോടിയായി ബജറ്റിന്റെ ചർച്ചയിൽ മാറ്റിവെക്കപ്പെട്ടത്. അല്ല ഞാൻ പറയട്ടെ, ബഡ്ജറ്റിന്റെ അവതരണ വേളയിൽ പല പദ്ധതികൾക്കും തുച്ഛമായ തുക മാത്രമേ വകയിരുത്തിയിരുന്നുള്ളൂ. പിന്നീട് ബഡ്ജറ്റിൽ മേൽ നടന്ന ചർച്ചയിലാണ് ഈ കാര്യങ്ങളൊക്കെ കൂടെ ഉയർന്നു വരിക. ആ ബഡ്ജറ്റിന്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഈ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി 50 കോടി രൂപ വകയിരുത്തി. അതുപോലെ പല പദ്ധതികളും ഞാൻ പറഞ്ഞ ഒരു കാര്യം അങ്ങ് വിട്ടുപോയി. പ്രവാസികാര്യ വകുപ്പ് മന്ത്രി KC ജോസഫ് നിയമസഭയുടെ റെക്കോർഡിൽ പറഞ്ഞത് 10 കോടി രൂപ അധികം ആണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഞാൻ നിയമസഭയിലുള്ള ആളല്ലേ, അങ്ങനെ പ്രവാസികാര്യ മന്ത്രി പറയുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ലൈവായി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന ലൈവായി കേരള നിയമസഭയിലെ ഒരു MLA പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയത്. MLA രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും KC ജോസഫ് എന്ന് പറയുന്ന പ്രവാസികാര്യ മന്ത്രി 10 കോടി രൂപ നീക്കിവെച്ചത് അധികമാണ് എന്ന് പറഞ്ഞ വിവരം ഞാൻ നിയമസഭക്കകത്ത് കേട്ടില്ല. പിന്നെ ആർക്കും രാഷ്ട്രീയമായി എന്ത് തരത്തിൽ പ്രചരണം നടത്താം. ഇവിടെ മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റ് എന്തും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങൾ 50 കോടി രൂപ നീക്കിവെച്ചില്ലേ? അവരെ കാലത്ത് ഈ പറയുന്ന ആളുകൾ സംസ്ഥാനം ഭരിച്ചപ്പോ എന്താണ് ശ്രമത്തിലൂടെ ചെയ്തത്? ഇന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ഉൾപ്പെടെ അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി. മലപ്പുറം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നോർക്കയുടെ ഓഫീസുകൾ തുറന്നു. താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ഓർമ്മയിൽ വന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അതായത് ഈ പ്രവാസി പ്രശ്നങ്ങളും കേരള ബജറ്റും എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കേരള നിയമസഭയിലെ ബഹുമാന്യനായ ചീഫ് വിപ്പിനെ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയും 10 കോടി രൂപ അപര്യാപ്തമാണ് ശ്രീ PC ജോർജ് എന്ന് ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നാണമില്ലാത്ത പ്രവാസികളെ 10 കോടി കിട്ടിയാൽ മതിയായില്ലേ എന്നാണ് ചോദിച്ചത്. താങ്കൾക്ക് ഞാൻ എൻ്റെ റെക്കോർഡ് അയച്ചു തരാം. അല്ല, അതൊക്കെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കാന്നല്ലാതെ അതിനൊക്കെ നമ്മളെന്ത് പറയാനാണ്? കേരള നിയമസഭയുടെ ചീഫ് വിപ്പാണ്. അല്ലെ, അത് ചീഫ് വിപ്പ് പറഞ്ഞെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ കേൾക്കാം. ഞാൻ അതിനെ കേട്ടില്ല. ഞാൻ അതിന്റെ റെക്കോർഡ് അങ്ങയുടെ കയ്യിൽ എത്തിച്ചു തരാം. അല്ല, അപ്പൊ നമുക്ക് പരിശോധിക്കാം അങ്ങനെ ഉണ്ടോ ഇല്ലേ. ഞാൻ ഇതുവരെ നിങ്ങൾ ഈ പറയുന്നത് വരെ ചീഫ് വിപ്പ് അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടില്ല. ചീഫ് വിപ്പ് അടക്കം കേരള മന്ത്രിസഭയിലെ അംഗങ്ങളും ചീഫ് വിപ്പും ഭരണകക്ഷത്തിലുള്ള MLA-മാരും എല്ലാവരും പ്രവാസിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഏറെ താല്പര്യമുള്ളവരാണ്. ആരും പ്രവാസികൾക്കെതിരായി അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണവും പ്രസ്താവനയും നടത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. താങ്കൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ താങ്കളെ ഒരു കാര്യം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോലെ പ്രവാസി വോട്ടുകൾ കൂടുതലുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നത് പ്രവാസികളുടെ കൂടി കൂടുതൽ വോട്ടുകൾ അഹമ്മദ് സാഹിബിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി നിങ്ങൾക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ശ്രീ ഉബൈദുള്ള, അവസാനമായി ഒരു കാര്യം കൂടെ. അങ്ങ് കുറെ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് ചേരിചേരാ നയമായിരുന്നു. ഈ കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ ചേരിചേരാ നയത്തിൽ വെള്ളം ചേർത്തതായി തോന്നുന്നുണ്ടോ? കഴിഞ്ഞ 2009 മുതൽ 2013 വരെ നാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ UPA-യുടെ ഭരണകാലത്ത് 15ഓളം ഭീകരവാദ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. 138 പേർ മരിക്കുന്നു, 680ഓളം പേർ ഇഞ്ചേർഡ് ആവുന്നു. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത
ഇന്ന് ഭീകരവാദികൾ എന്തുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നു, നേരത്തെ എന്തുകൊണ്ട് ആക്രമിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നമ്മൾ ഏതോ സാമ്രാജ്യത്വത്തിൻ്റെ സൈഡിലേക്ക് മാറി എന്നുള്ള ധാരണയുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഒരു അറ്റാക്ക് പോയിന്റായി മാറിയിരിക്കുന്നത് എന്ന് എന്ത് പറയുന്നു ഇതിനെപ്പറ്റി? വിദേശകാര്യ നയത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞതിന് അടിസ്ഥാനം? ഇന്ത്യ രാജ്യം പാരമ്പര്യമായി തുടർന്നു വരുന്ന ചേരിചേട്ട നയത്തിൽ ഏത് വിഷയത്തിലാണ് ഇവിടെ വെള്ളം ചേർത്തുള്ളത്? ആ നിലപാടും ആ നയവുമായി ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോവാണ്. അതിനൊരു സംശയമില്ല. ഇവിടെ ഭീകരവാദത്തെ കുറിച്ചും ഒക്കെ പറയുന്നു. മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായതുപോലെ വർഗീയ കലാപം ഇന്ന് എവിടെ നടക്കുന്നുണ്ടോ? വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോഴേക്കും അത് അടിച്ചമർത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഭീകരവാദികൾ മുമ്പത്തെ പോലെ തലവെക്കുന്നതായി ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് വെക്കാൻ കഴിയില്ല. അത് ഭീകരവാദികളെയും വിധ്വംസക ശക്തികളെയും വിഘടനവാദികളെയും എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ശ്രീ ഉബൈദുള്ള, അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ 2009 ശേഷം നടന്ന ഭീകരവാദങ്ങളിൽ ഇടപെട്ട ഒരു ഭീകരവാദിയെയും 2009 ഒക്ടോബറിന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഒരു ഭീകരവാദിയെയും അറസ്റ്റ് ചെയ്തതായി അറിവില്ല. അതൊക്കെ കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ശേഷമാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. ശരിക്കും പരിശോധിക്കണം. നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് എല്ലാ ഭീകരവാദികൾ അറസ്റ്റ് ചെയ്ത കണക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ശേഖരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇതിന് സമയങ്ങൾ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ 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 ശ്രദ്ധേയമാണ് താങ്കളുടെ ചർച്ചകളും അഭിപ്രായങ്ങളും. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഉബൈദുള്ള വളരെ സന്തോഷം. താങ്കളുടെ UDF നിന്ന് മത്സരിക്കുന്ന ശ്രീ ഇ അഹമ്മദിന് NTV എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ചർച്ചയിൽ പങ്കെടുത്തോളൂ. പ്രവാസികളുമായി ബന്ധപ്പെട്ട 3 പ്രശ്നങ്ങൾ പറയാം. ഒന്ന്, വോട്ടവകാശത്തെ കുറിച്ച് വളരെ വാചാലരാകുന്നത് കേട്ടു. പ്രവാസികളിൽ 1% പേർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത, ഗവൺമെന്റിന്റെ ഒരു ചെലവ് പോലും ഇല്ലാത്ത തത്വത്തിലുള്ള ഒരു തീരുമാനം വെച്ചിട്ടാണ് നേരത്തെ UDFന്റെ സുഹൃത്ത് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകി എന്ന് പറഞ്ഞത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഫിലിപ്പൈൻസ്, പിന്നെ ഇറാൻ പോലുള്ള രാജ്യങ്ങള് ഓൺലൈൻ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിക്കൊണ്ട് പ്രവാസികൾക്ക് കൃത്യമായ വോട്ടിംഗ് സാധനം നൽകിയിട്ടുണ്ട്. അത് നൽകാൻ കഴിയാതെ ദയവ് ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് അവകാശപ്പെടരുത് എന്ന് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏകദേശം 25,000 കോടി രൂപയാണെന്ന് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഉള്ളത്, പ്രവാസികളുടെ പണമായിട്ടുള്ളത്. ഈ പണമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഒരു സുരക്ഷാ പദ്ധതി എടുത്തിട്ടില്ല. പക്ഷെ കയ്യിൽ പണമില്ലാത്ത കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തി. അതിൽ മുന്നോട്ട് പോകാൻ എത്ര കണ്ട് UDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു. അതിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. മൂന്നാമത്തത് നമ്മുടെ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അതായത് സാധാരണ ഈ നമ്മള് തിയേറ്ററുകളിലാണ് കണ്ടിട്ടുള്ളത്, ഈ തിരക്ക് കൂടുന്ന സമയത്ത് ബ്ലാക്കില് ടിക്കറ്റിന്റെ റേറ്റ് കൂടും. അത് തന്നെയാണ് ഇവര് നടപ്പിലാക്കുന്നത്. പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എയർ ഇന്ത്യ പോലും ഈ കൊള്ള സാധനം ചെയ്യുന്നിടത്ത് നമ്മൾ പ്രവാസികാര്യ മന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി എന്നൊക്കെ പറയുന്നതിൽ എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. മതേതരത്വത്തെ കുറിച്ച് വളരെ വാചാലരാകുന്നത് കേട്ടു. 4 ദിവസം മുമ്പ് മാധവൻകുട്ടി തന്നെ, അതായത് ബേപ്പൂരിൽ മത്സരിച്ച മാധവൻകുട്ടി തന്നെ BJPയുടെ സഹായം തേടാൻ വേണ്ടിയിട്ട് ലീഗിന്റെ ആളുകൾ അടക്കം പങ്കെടുത്തുകൊണ്ട് വോട്ട് വാങ്ങിച്ചു എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് മതേതരത്തെ കുറിച്ച് വാചാലരാകുന്ന ലീഗ് സംസാരിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ശരി, എന്തായാലും ശ്രീ ഇക്ബാൽ വിളിച്ചതിന് വളരെ സന്തോഷം. പ്രിയ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇന്ന് വളരെ ചർച്ച നീണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം. ഇന്ന് 10:30 വരെ ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രവാസി വിഷയങ്ങളിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0529462343. ശ്രീ നസീം, താങ്കൾ കുറച്ച് നേരമായി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, അവസരം തന്നിട്ടില്ല.
എന്തു പറയുന്നു ഈ പറഞ്ഞ പ്രവാസി വിഷയങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം അഹമ്മദ് എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി കാര്യമായി ഇടപെട്ടു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രവാസി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, നമ്മുടെ നിങ്ങൾ തന്നെ NTV തന്നെ പുറത്തുവിട്ട ഒരു സംഭവം, നമ്മുടെ പ്രവാസി കാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഹജ്ജ് സ്കാം, അത് ഈ CNN IBN ചാനൽ IBN ഇൻ്റർവ്യൂവിൽ NTV ആണ് അത് പുറത്തു കൊണ്ടുവന്നതാണ് എന്നെൻ്റെ ഓർമ്മ. ഹജ്ജ് സ്കാം, അതേപോലെ തന്നെ ഈ സുഹൃത്ത് സൂചിപ്പിച്ച അലിഗഡ് സർവകലാശാല, പാസ്പോർട്ട് ഓഫീസ്, ഐഫ്ലു, ഇതൊക്കെ ഈ പാസ്പോർട്ട് ഓഫീസ് വന്നിട്ടുള്ളത് TK ഹംസ മഞ്ചേരിയുടെ പ്രതിനിധിയായി ലോക്സഭയെ പ്രതിനിധീകരിക്കുന്ന സമയത്താണ് പാസ്പോർട്ട് ഓഫീസ് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അലിഗഡ് സർവകലാശാലയെ കുറിച്ച് പറയാം. അലിഗഡ് സർവകലാശാല ഇടതുപക്ഷ ഭരണകാലത്ത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് അതോട് ബന്ധപ്പെട്ടുള്ള ലാൻഡ് അക്വിസിഷൻ നടത്തി. പക്ഷേ പിന്നീട് അതിനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പൂർണ്ണമായ ഉദ്ഘാടനം ഈ ഗവൺമെന്റ് നടത്തുകയുമായി ഉണ്ടായിട്ടുള്ളത്. അതേ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കാലത്തുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള TK ഹംസ MP ആയിരുന്ന സമയത്തും വന്നിട്ടുള്ള വികസനമല്ലാതെ മറ്റൊരു വികസനവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാസികളുടെ വോട്ടവകാശമാണ്. പ്രവാസികളുടെ വോട്ടവകാശം എൻ്റെ അറിവ് പ്രകാരം 15 വർഷമായി പ്രവാസികളുടെ വോട്ടവകാശത്തെക്കുറിച്ച് ഇവിടെ വരുന്ന വയലാരബി പോലും ഈ പ്രവാസികാര്യമന്ത്രിയായിട്ടുള്ള വയലാരബിക്ക് UAE സന്ദർശനം ഒരു ദിവസം കൊണ്ട് അത്രയും വലിയ കഴിവുള്ള ഈ UPA ഗവൺമെന്റിന്റെ പ്രതിനിധിയായി വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ ഇലക്ട്രോണിക് മീഡിയകളുടെ വികാസത്തിന്റെ ഭാഗമായി ഫേസ്ബുക്കിലൂടെയും അതുപോലെയുള്ള നിരന്തരമായ സന്ദേശങ്ങളുടെ ഭാഗമായി ഈ വിദേശകാര്യ മന്ത്രിക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം പോലും തങ്ങാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് പ്രവാസികളുടെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സൂചിപ്പിച്ചിട്ടുള്ള ടിക്കറ്റ് ഫെയറിന്റെ കാര്യം, അത് നേരത്തെ നമ്മുടെ സുഹൃത്ത് ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ ഈ സിനിമ റഷായി വരുന്ന സിനിമ പുതിയ പടം ഇറങ്ങുന്ന സമയത്തുള്ള റഷ് പോലെ ആ ടിക്കറ്റിന്റെ വർധനവ് പോലെ ഇപ്പം ബാഗേജിന്റെ 1-ാം തീയതി തൊട്ട് ബാഗേജ് 20 കുറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതെ, ഇനി പുതിയ ഇരുട്ടടി പ്രവാസികൾക്ക് നൽകാൻ ഏത് ജൂൺ ജൂലൈ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏത് വർഷം കടന്നു പോകുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ മൊയ്തീൻ കോയ അബുദാബിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീ മൊയ്തീൻ കോയ. നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പും പ്രവാസി പ്രതീക്ഷകളും എന്നുള്ള വിഷയത്തിൽ മലപ്പുറം മണ്ഡലത്തിലെ പ്രവാസികളുടെ പ്രതീക്ഷകളാണ്. പ്രവാസികളുടെ പ്രതീക്ഷകൾ മലപ്പുറം മണ്ഡലത്തിലെ പ്രവാസികൾക്ക് മാത്രമല്ല, എല്ലാ പ്രവാസികൾക്കും ഒരുപോലെ തന്നെയാണ്. താങ്കൾ എന്താണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി? മലപ്പുറം ജില്ല പൊതുവെ പ്രവാസികളുടെ ഒരു വലിയ അളവിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ സ്വാധീനം പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഉള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഒരു സമഗ്രാധിപത്യം എന്നുള്ള മട്ടിൽ കുറെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരിടവുമാണ്. ഇപ്പൊ മലപ്പുറത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം ലീഗ് അംഗങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ പലപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ വരികയും അവർ അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തു. അദ്ദേഹം ആ വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം മണ്ഡലത്തിൽ എത്രമാത്രം ശ്രദ്ധയൂന്നാൻ പറ്റി എന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ ഒരു അല്പം വിമർശന വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചില അപശബ്ദങ്ങളൊക്കെ അതിനെതിരെ ഉയർന്നു വരികയുണ്ടായി. പക്ഷെ പൊതുവെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് തന്നെ ഉൾപ്പുകച്ചിലുകൾ ഉണ്ടായാലും ഒടുവിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ഒറ്റക്കെട്ടായി അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന് സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. ഒരുപക്ഷെ CPM, BJP പോലെയൊക്കെയുള്ള കേഡർ പാർട്ടികൾ പിന്തുടരുന്ന പോലുള്ള ഒരു രീതിയാണ് പൊതുവെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം പ്രകടിപ്പിക്കാറുള്ളത്. ഇപ്പൊ അവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ കുറച്ച് ദിവസം 2-3 ദിവസങ്ങൾ ചെലവഴിക്കാനിടയായി. അപ്പോൾ അവിടെ പൊതുവെ കാണുന്ന ഒരു സംഗതി
വളരെ ഉത്സാഹത്തോടെ മുന്നണികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം PK സൈതബയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വളരെ പ്രവചനത്തിനതീതമായിട്ടുള്ള ഒരു ആന്തരിക സ്വഭാവം അതിനുണ്ട്. കാരണം വോട്ടർമാരിൽ വലിയ ഒരു ശതമാനം സ്ത്രീകളും ചെറുപ്പക്കാരുമാണ്. അപ്പൊ അവരൊരു തീരുമാനമെടുക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്നത് ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ പൊതുവെ ഉള്ള നമ്മുടെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിന്റെ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു 35 വയസ്സിന് മേലെയുള്ള കക്ഷി രാഷ്ട്രീയത്തോടോ മുന്നണി രാഷ്ട്രീയത്തോടോ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ വിശ്വാസവും കടന്ന് അന്ധവിശ്വാസമോ ഒക്കെ ആയിത്തീരുന്ന രീതിയിലുള്ള ഒരു പാർട്ടി അടിമത്തം അല്ലെങ്കിൽ മുന്നണി അടിമത്തം പലർക്കുണ്ട്. പക്ഷെ സ്ത്രീകളും ഇന്നത്തെ ചെറുപ്പക്കാരും ചിന്തിക്കുന്നത് വളരെ വിഭിന്നമായ രീതിയിലാണ്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ സ്ത്രീകൾ ഏറ്റവും അലോസരത്തോടെ ആലോചിക്കുന്ന കാര്യം വിലക്കയറ്റം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഇമ്പാക്ട് ആണ്. ഓരോ കുടുംബങ്ങളിലും അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഇപ്പൊ ഗൾഫ് മേഖലയിൽ നിന്ന് വലിയ പണം ചെന്നാൽ പോലും കാര്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം സങ്കീർണമാണ് നമ്മുടെ സാമൂഹ്യാവസ്ഥ. വിലക്കയറ്റം അത്ര രൂക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ. പിന്നെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പണാധിപത്യത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും ഒക്കെ ഇടപെടൽ നമ്മുടെ പൊതുജീവിതത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവശ്യ സാധനങ്ങളുടെ മുകളിൽ സർക്കാരിനുള്ള വില നിയന്ത്രണം വരെ എടുത്തു കളയുകയും കോർപ്പറേറ്റുകൾക്ക് നിരുപാധികം നമ്മുടെ വിപണി തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അത് കാണാതെ പോകുന്നത് ശാസ്ത്രീയതയില്ലാത്ത രാഷ്ട്രീയ സമീപനമാണ്. വളരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിലുണ്ട്. അപ്പൊ നമുക്കറിയാം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. ഈ മുന്നണി സംവിധാനങ്ങളും കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങളും കഴിഞ്ഞ 60 വർഷത്തിലധികമായി നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ ഏതൊരു ദിശയിലേക്ക് കൊണ്ടുപോയി എന്നതിനെ കുറിച്ച് ഒരു പുനർവിചിന്തനം ജനമനസ്സിൽ നടക്കുന്ന സമയമാണ്. ശ്രീ മൊയ്തീൻ കോയ, ആം ആദ്മി പാർട്ടിയെ താങ്കൾ ഒരു പാർട്ടിയായിട്ടാണോ കാണുന്നത്, അതോ ഇന്ത്യ കാണാൻ ആഗ്രഹിച്ച ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമായിട്ടാണോ? അതൊരു രാഷ്ട്രീയ സംസ്കാരമായിട്ടേ കാണാൻ പറ്റൂ. അത് ഒരു സുസംഘടിതമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കാണാനോ വിലയിരുത്താനോ പറ്റുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ അത് ഒരു വിരുദ്ധ വോട്ടിന്റെ മനസ്സാണ്. ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ അമർഷമാണ്, പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അനുഭാവം എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിൽ സുസംഘടിതമായിട്ടുള്ള ഒരു ഘടനയുള്ളതല്ല. അതിനൊരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയ അടിത്തറ രൂപപ്പെട്ടു വന്നിട്ടില്ല. അതൊക്കെ ഒരുപക്ഷെ കാലാന്തരത്തിൽ ഉണ്ടായേക്കാം. ഓക്കെ, തിരിച്ചു വരികയാണെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ മൊയ്തീൻ കോയ എന്താണ് താങ്കൾ പറയുവാനുള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് UPA ഗവൺമെന്റ് പ്രവാസികളോട് നീതി പുലർത്തിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പ്രവാസികളോടൊന്നല്ല, അവർ ഇന്ത്യൻ ജനതയോട് തന്നെ നീതി പുലർത്തിയെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷക്കാലം, അതായത് 2 ടേം മൻമോഹൻ സിംഗ് ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കടലാസിൽ വലിയ പുലികളെ സൃഷ്ടിക്കുന്ന കണക്കുകളുടെ അഭ്യാസം നടക്കുന്നുണ്ടെങ്കിലും സാധാരണ ജനജീവിതത്തിൽ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാകുന്നതല്ല. അവന്റെ ഭവന സ്വപ്നങ്ങൾ, അവന്റെ ആഹാരങ്ങൾ, അവന്റെ ആഹാര സ്വപ്നങ്ങൾ, അവന്റെ വസ്ത്ര സ്വപ്നങ്ങൾ, അവന്റെ ദൈനംദിന ആവശ്യങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും നിഹരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കോർപ്പറേറ്റ് വൽക്കരണം. ശ്രീ മൊയ്തീൻ കോയ, ഇപ്പൊ പുറത്തിറക്കിയിരിക്കുന്ന ഇന്ത്യയിലെ പോവേർട്ടി ലൈനെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ പട്ടിണിയെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ പട്ടിണി വല്ലാതെ കുറഞ്ഞു പോയെന്നാണ് UPA ഗവൺമെന്റും ശ്രീ മൻമോഹൻ സിംഗും അടുത്ത കാലത്തായി അവകാശപ്പെട്ടത്. അത് എങ്ങനെയാണ് പട്ടിണി കുറഞ്ഞതെന്ന് നമുക്കറിയാം. ഒരു മാസം 810 രൂപ വരുമാനമുള്ള ഗ്രാമീണരെ പോവർട്ടി ലൈനിന് മുകളിൽ കൊണ്ടുവരിക, ഒരു മാസം 1000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള പട്ടണങ്ങളിൽ താമസിക്കുന്നവരെ പോവർട്ടി ലൈനിന് മുകളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ UAE നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ദിവസം 1.5 ദർഹത്തിൽ കൂടുതൽ വരുമാനമുള്ള ഏത് ഇന്ത്യക്കാരനും പോവർട്ടി ലൈനിന് മുകളിലാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ പട്ടിണി മാറിയത്. തോന്നുന്നില്ലേ അങ്ങനെ? മാനിപ്പുലേഷൻസ് ആണ്. ഇപ്പൊ ആഗോളീകരണത്തിനും ഉദാരീകരണത്തിനും നമ്മുടെ നാട് തുറന്നിട്ട് കൊടുത്ത നമ്മുടെ വിപണി 128 കോടി ജനങ്ങളുടെ ഒരു വലിയ വിപണിയെ ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും പേരിൽ തുറന്നിട്ട് കൊടുത്ത ഒരു വലിയ ഉത്തരവാദിത്വം മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾക്കുണ്ട്.
അതിനെ വെള്ളപൂശാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന വെറും കള്ളക്കണക്കുകളാണിത്. എന്തായാലും ശ്രീ മൊയ്തീൻ കോയ വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ 8 ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഇനിയും വരും ദിവസങ്ങളിൽ NTV കൃത്യമായി ഈ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യും. കേരളത്തിലാകമാനം എന്ന് മാത്രമല്ല ഇന്ത്യയിലാകമാനം ഇതുപോലെ പാർട്ടി വ്യത്യാസമില്ലാതെ മുന്നണി വ്യത്യാസമില്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അടുത്ത 5 വർഷക്കാലം വരുന്നവർ ആര് തന്നെയായാലും പ്രവാസി ബന്ധുക്കളായിരിക്കുവാൻ തക്ക രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് നയിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം ശ്രീ മൊയ്തീൻ കോയ. നസീമിലേക്ക് തുടർന്നോളൂ പ്ലീസ്. പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഫെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രവാസികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു പോകുന്ന അതേ അവസ്ഥ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടും. ആ വിഷയങ്ങൾ കഴിഞ്ഞ് പ്രവാസികൾ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മരണം സംഭവിച്ചാൽ പോലും ഒരു ബോഡി നാട്ടിലെത്തിക്കുന്നതിന് പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ എത്രയോ നിയമനിർമ്മാണങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുന്ന വിദേശ നാണ്യങ്ങളുടെ ഫണ്ടുകളും വിദേശ നാണ്യങ്ങളുടെ കൂനകളും നമ്മുടെ ഖജനാവിലേക്ക് ചെല്ലുമ്പോൾ ഒരു മരിച്ചു പോകുന്ന ഒരു പ്രവാസിക്ക് പോലും ബോഡി യഥാസമയം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം പോലും നൽകാത്ത ഗവൺമെന്റുകളാണ് നമ്മുടെ രാജ്യത്ത് 60 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രവാസികൾക്ക് നമ്മൾക്ക് നൽകാനുള്ള സംഭാവനകളും പ്രവാസികൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ബജറ്റുകളും ആ കണക്കിൽ പെടുത്തി അവതരിപ്പിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്യുവർട്ടി ലൈനിന്റെ കാര്യം സൂചിപ്പിച്ച പോലെ കണക്ക് കൊണ്ട് കസർത്ത് നടത്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് 5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇതേ വേദിയിലിരുന്ന് ആളുകൾക്ക് സംസാരിക്കുന്നത് ഇതേപോലെയുള്ള ചർച്ച അതേ കഴിഞ്ഞ കാലഘട്ടത്തെ ചർച്ച ചെയ്ത അതേ വിഷയങ്ങളാണ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ വിഷയങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അടുത്ത 5 വർഷക്കാലം കഴിയുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവരുത് എന്നാണ് എന്നെ കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്. വോട്ടവകാശം കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ പ്രവാസി ബന്ധുക്കൾ തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള ആ ഒരു യജ്ഞത്തിലാണ് നാം പങ്കാളികളാവേണ്ടത്. തുടരാം ശ്രീ അലി മാസ്റ്റർ. ഏതായാലും ഞാൻ ആദ്യമായി നമ്മൾ മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചാണല്ലോ ഈ ചർച്ച ഈ സ്റ്റുഡിയോയിൽ നടക്കുന്നത്. ആദ്യമേ നമ്മുടെ പ്രവാസികൾക്കിടയിൽ UAE-യിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനും നമുക്കിടയിൽ സുപരിചിതനുമായ ശ്രീ മൊയ്തീൻ കോയ മലപ്പുറത്തെ 2-3 ദിവസമായി അറിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയുടെ നില അവിടെ ഭദ്രമാണ് എന്ന് തുറന്ന് അദ്ദേഹം പ്രസ്താവിച്ചാൽ അദ്ദേഹത്തോടുള്ള ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് പ്രവാസി പ്രശ്നങ്ങൾ നമ്മൾ സമചിത്തതയോടുകൂടെ കാണേണ്ടതുണ്ട്. അതിനു മുമ്പായി എൻ്റെ മാന്യ സുഹൃത്ത് നസീം സൂചിപ്പിച്ച അലിഗഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അലിഗഡ് സർവകലാശാല സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി മൈനോറിറ്റി പോപ്പുലേറ്റഡ് ഏരിയകൾക്ക് കിട്ടിയതാണ് അതിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് ഗവൺമെന്റ് ഭരിച്ചിരുന്നത്. അതിനുവേണ്ടി മലപ്പുറം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് കണ്ടുവച്ചിരുന്ന സ്ഥലത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നീട്ടിക്കൊണ്ടുപോവുകയും മലപ്പുറം ജില്ലയിലെ ഈ വളരെ ജനകീയ അടിത്തറയുള്ള പ്രസ്ഥാനം എന്ന നിലയ്ക്ക് 52 ദിവസത്തോളം മലപ്പുറം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിരന്തരമായ സമരം പാർട്ടി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലനിൽക്കുന്ന പെരിന്തൽമണ്ണ താലൂക്കിലെ ചോലാമലയിലേക്ക് വളരെ പെട്ടെന്ന് ആ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിലേക്കുള്ള നിയമ നടപടികൾ അല്ലാത്ത പക്ഷം അത് സ്കിപ്പ് ചെയ്യാൻ അത് അശ്രദ്ധമായി അത് കേരളത്തിൽ സ്ഥാപിക്കപ്പെടാതിരിക്കേണ്ട ഹിഡൻ അജണ്ട ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി പ്രവാസി പ്രശ്നങ്ങളിലേക്ക് എനിക്ക് പറയുവാനുള്ളത്, പ്രവാസി പ്രശ്നങ്ങളിൽ ആദ്യമായി ഇപ്പോൾ നമ്മുടെ ഫെയറിന്റെ കാര്യം എടുക്കുക. ഇവിടേക്ക് നമുക്കൊക്കെ അറിയാം വളരെ ഉയർന്ന ഫെയറിന് ആളുകൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ബഹുമാന്യനായ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ആദ്യ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആദ്യമായി യാത്ര ആരംഭിക്കുന്നത്. കന്നി എക്സ്പ്രസ് ലൈനിൽ ബജറ്റ് എയർലൈൻ ആദ്യമായി തുടങ്ങുന്നത് ഐക്യജനാധിപത്യ മുന്നണി. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, സമചിത്തതയോടുകൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. അതിനുശേഷം പറയട്ടെ ഓരോ പ്രശ്നങ്ങൾക്ക് അനുസൃതമായി പ്രശ്നങ്ങളും വ്യവസ്ഥിതികളും ഓരോ വിഷയങ്ങളും രൂപപ്പെട്ടു വരികയാണ്. പിന്നീട് വന്ന ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇപ്പോഴത്തെ വള്ളിക്കുന്ന് MLA യും മുസ്ലിം ലീഗിന്റെ നേതാവുമായിരുന്ന ശ്രീ KN ഖാദർ
പ്രവാസികൾക്ക് വോട്ടവകാശത്തിന് വേണ്ടി ഒരു ബിൽ അവതരിപ്പിക്കുകയും നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ കൂടി വളരെ സ്വാധീനം ഉൾപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ UPA സർക്കാർ പ്രവാസികളുടെ വോട്ടവകാശം അനുവദിച്ചു കിട്ടിയത്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സൂചിപ്പിച്ചത്, എന്റെ മാന്യ സുഹൃത്ത് സൂചിപ്പിച്ചത്, നമ്മൾ പ്രവാസി സംഘടനകളും വ്യക്തികളും ആളുകളും ആഗ്രഹിക്കുന്നത് സാങ്കേതിക രംഗത്തിന്റെ ഉയർച്ചക്കനുസരിച്ച് ഓൺലൈൻ വോട്ടിംഗ് സംവിധാനം ഉയർന്നു വരട്ടെ എന്ന ആഗ്രഹത്തോടും അഭിപ്രായത്തോടും കൂടെ തന്നെയാണ് പിന്നെ ഒരു പ്രവാസി എന്ന നിലക്ക് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഈ വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ ബഹുമാന്യനായ ഈ അഹമ്മദ് സാഹിബ് സൗദി ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ അധിവസിക്കുന്ന സൗദിയിലും അതുപോലെ തന്നെ UAEയുടെയും കോൺസുലേറ്റ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ ആരംഭിക്കേണ്ട നയതന്ത്ര തലത്തിലുള്ള എല്ലാ പരിപാടികളും പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ കൗൺസിലേറ്റ് അവിടെ കൊണ്ടുചെന്നത് ശശി തരൂർ എന്നാണ് അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും വിദേശകാര്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പങ്ക് അത് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ UPA ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് അറബ് മേഖലയിൽ പൗരാണികമായി നിലനിന്നിരുന്ന തലത്തിലേക്ക് വളരെ സുദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ ഈ അഹമ്മദ് സാഹിബിന്റെയും UPA ഗവൺമെന്റിന്റെയും പ്രവർത്തനം അലിമാഷ്. പക്ഷെങ്കിൽ ഞാൻ മുമ്പേ ചോദിച്ച, ഞങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ UPA ഭരണത്തിന് കീഴിൽ ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി, നിങ്ങൾക്കറിയാം, പ്രേക്ഷകർക്കും അറിയാം, UAEയുടെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ട്ണറാണ് ഇന്ത്യ. UAEയിലെ ഏറ്റവും വലിയ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യ. ഇത്രയും സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ UAE ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമായി ഇന്ത്യക്ക് പൗരാണികമായി BC 3000 വർഷത്തെ പഴക്കമുള്ള ബന്ധമുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി UAEയിൽ ഒന്ന് കൊണ്ടുവരുവാൻ അഹമ്മദ് സാഹിബിന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം എനിക്ക് പറയാനുള്ളത്, ആ ചർച്ചയിൽ അത്തരം വളരെ വിശാലമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കേണ്ടതല്ല. ആ വിഷയങ്ങളൊക്കെ വളരെ പ്രവിശാലമായ അർത്ഥത്തിൽ നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിലാണ് അറബ് മേഖലയുമായി നയതന്ത്ര ബന്ധം വളരെ സുദൃഢമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് UPA ബാക്കിയുടെ സൂചിപ്പിക്കട്ടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്. കോൺസുലേറ്റുകൾ സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രി എന്ന നിലക്കും ആ പ്രദേശത്തെ പ്രതിനിധി എന്ന നിലക്കും ലിബിയയിൽ അവിടെ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് 20,000-ഓളം വിദേശ ഇന്ത്യക്കാരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സൗദിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് നൌഷാദിന്റെ കണ്ണ് ചൂഴ്ന്നിക്കപ്പെടുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയത്, അത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ താങ്കൾ പറയുന്നത് നിരവധിയായിട്ടുള്ള പ്രവാസി പ്രശ്നങ്ങളിൽ ശ്രീ ഇ അഹമ്മദ് ഇടപെട്ടിട്ടുണ്ട്. വീണ്ടും ഗവൺമെന്റിന്റെ വിജയവും പ്രവാസികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രതീക്ഷാവഹമായ നിലപാടുകൾ UPAയുടെ ഭാഗത്തുണ്ട് എന്നാണ് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇതാണോ വസ്തുത? ശ്രീ നസീം, ചുരുങ്ങിയ വാക്കുകളിൽ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഗഡ് സർവകലാശാലയിൽ 18 ദിവസത്തെ നമ്മുടെ മലപ്പുറം കലക്ടറേറ്റിന്റെ ഉപരോധവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അത് പെരിന്തൽമണ്ണയിലെ ചോലാമലയിൽ ആ സമയത്ത് അവിടെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം അക്വയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതേപോലെ തന്നെ യൂത്ത് ലീഗിനും ആ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയ ചുറ്റുപാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ മലപ്പുറം ജില്ലയിലില്ല. മലപ്പുറം ജില്ലയിൽ പോലെ ഉറച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിൽക്കുന്ന ഒരു വളരെ സുദൃഢമായ ഒരു ജനസഞ്ചയമാണ് മലപ്പുറത്ത്. അങ്ങനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു ചെറിയ ലെവലേഷൻ പോലുള്ള അവിടെ അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു മാർച്ച് നടക്കുന്നത്. മലപ്പുറത്ത് ആരും ഞങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുമെന്ന ഒരു ലെവലേഷൻ പോലുള്ള രാഷ്ട്രീയ ചരിത്രം ഞങ്ങൾക്കില്ല. പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെയുള്ള പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെ അവിടെ അതിന്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒരു കലക്ടറേറ്റിലേക്ക് മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുവോ?
ഒരു സംഭവം ഒരു ഭാഗത്ത് അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസി വിഷയങ്ങളിലേക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് അത്രയും വലിയ ഹജ്ജ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഹജ്ജ് കോട്ട അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ UPA ഗവൺമെന്റിന്റെ കാലത്ത്. ഈ ഹജ്ജ് സ്വകാര്യ മേഖലയിലേക്ക് മറിച്ച് അൽഹിന്ദ് ട്രാവൽസ് മുഖേന വിറ്റഴിക്കപ്പെടുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥക്ക് പിന്നീട് വിദേശകാര്യമന്ത്രിമാര് മാറ്റപ്പെടുന്ന വിദേശകാര്യമന്ത്രിമാർ മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പോലും വിധിയുടെ അടിസ്ഥാനത്തിലാണ് ജംബോ ടീമിനെ പറഞ്ഞയക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ അധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടിയിട്ടുള്ള ജംബോ യാത്രകൾ, ഇത് മുഴുവനും വെട്ടിച്ചുരുക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കിട്ടുന്ന ഹജ്ജ് കോട്ടകൾ, ഇത് മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി ഹജ്ജ് കോട്ടകൾ അനുവദിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥ ആളുകൾക്ക് നൽകപ്പെടേണ്ടതിന് പകരം അത് പ്രൈവറ്റ് കോട്ടയിലേക്ക് നൽകിക്കൊണ്ട് ഈ അഹമ്മദ് സാഹിബിനും അവർക്കും സ്വാധീനമുള്ള ട്രാവൽസുകളിലേക്ക് ഇത് വിറ്റഴിക്കപ്പെടുന്ന ഒരവസ്ഥ. അത് ഞാൻ സൂചിപ്പിക്കുന്നതല്ല, നിങ്ങൾ തന്നെ കൊണ്ടുവന്ന CNN IBN ചാനലിന്റെ ഹജ്ജ് സ്കാം എന്ന് പറയുന്ന ഇത് നമുക്ക് ഇന്ന് ഡൗൺലോഡ് ചെയ്യാനും അത് CNN IBN NTV അടിച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന കുറിച്ച് ഞാൻ അത് അഹമ്മദ് സാഹിബുമായി നിങ്ങളടക്കം നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ ഇന്ന് ഈ ഫേസ്ബുക്കിലും മറ്റുള്ളതുമായി നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫെയറുമായി ബന്ധപ്പെട്ടും അതേപോലെ നിതാക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഫിലിപ്പൈൻ എംബസി പോലുള്ള എംബസികൾ അവരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി, അതേപോലെ തന്നെയുള്ള മറ്റുള്ള എംബസികളുടെ ഭാഗമായി അവർ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് അവിടെ എക്സ്റ്റൻഷൻ നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരും സഹമന്ത്രിമാരും സൗദിയിലേക്ക് ഫ്ലൈറ്റ് പോലും ലാൻഡ് ചെയ്യുന്നത്. പിന്നെ സൂചിപ്പിച്ചു അവിടെ ഇന്ന് വരുന്ന പ്രവാസികൾ മുഴുവൻ ആളുകളെയും കൊണ്ടുവരാനുള്ള ഫ്ലൈറ്റ് കാലിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റിയാദിലെയും ദമാമിലെയും കൊണ്ടുപോയി ഇറക്കിയിട്ടുള്ള ഫ്ലൈറ്റുകളിൽ നിന്ന് അവിടെ ടൗണിൽ നോർക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ടൗണിലെ നോർക്കയുടെ നോഡൽ ഏജൻസികൾ മുഖേന കണ്ടെത്തിയിട്ടുള്ള ആളുകൾ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ സംരംഭം ലഭിക്കുകയും അതേപോലെ തന്നെ ഗൾഫ് നാടുകളിലും ആളുകൾ എനിക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടത് ആളുകളെ കൊണ്ടുവരുന്നതിനോ താങ്കളുടെ അഭിപ്രായത്തിൽ പ്രവാസികൾക്ക് കുറച്ചുകൂടെ പരിഗണന ലഭിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ചെന്നിറങ്ങിയ നമ്മൾ ഇതിന്റെ മൊത്തം കുത്തകേറ്റെടുത്തുകൊണ്ട് നമ്മളാണ് ഇതിന്റെ ആളുകൾ എന്നുള്ള എനിക്ക് അധികം സമയം തരാൻ കഴിയില്ല. ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെയായാലും കുറച്ചുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് UPA ആയാലും NDA ആയാലും LDF ആയാലും മൂന്നാം മുന്നണി ആയാലും ആരായാലും. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് പ്രവാസികൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം അറിയാം, നമ്മൾ 10 വർഷത്തേക്ക് ഒരു പാസ്പോർട്ട് എടുത്താൽ ആ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഒരു അമെൻമെൻറ്റ്, കുട്ടികളുടെ പേരോ ഭാര്യയുടെ പേരോ എമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ട എന്നുള്ള സ്റ്റാമ്പ് അടിക്കുവാനോ നമ്മളൊക്കെ നേരത്തെ ഒരു അമെൻമെൻറ്റ് എൻഡോഴ്സ്മെൻറ്റ് മാത്രം മതിയായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ പാസ്പോർട്ടുകൾ, ഓരോ അമെൻമെൻറ്റിനും പുതിയ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് കൊടുത്തിരിക്കുന്നത്, ഇത് ചെയ്യുന്നത് ടാറ്റ ഏജൻസിയാണ് എന്നുകൂടെ അറിയുമ്പോഴാണ് എവിടെ നിൽക്കുന്നു പ്രവാസി സ്നേഹം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാളെ വീണ്ടും കാണാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കും എന്നോടൊപ്പം പങ്കെടുത്ത ശ്രീ അലി മാസ്റ്റർക്കും നസീമിനും മൊയ്തീൻ ഗോയക്കും മറ്റ് വിളിച്ച പ്രേക്ഷകർക്കും, നിരവധി പ്രേക്ഷകർ വിളിച്ചു, എല്ലാവരുടെയും കോളുകൾ എടുക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. അങ്ങനെ ഈ ചർച്ചയെ സജീവമാക്കിയ മുഴുവൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എന്തായാലും പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് ഒത്തുയരുന്ന ഗവൺമെൻറ്റുകൾ കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ട സംഘടനാ ശക്തിയായി നമ്മൾ മാറേണ്ടതായിട്ടുമുണ്ട്. നാളെ മറ്റൊരു മണ്ഡലവുമായി ഞാനെത്തും. അതുവരെ നന്ദി, നമസ്കാരം.